ഫിറോസ് കെ മാണി ചേരുകയാണ്. ഡൽഹിയിലും കേരളത്തിലും വെച്ച് പലതവണ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF നേതാക്കളുമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള വാർത്ത പൂർണ്ണമായും വ്യാജ വാർത്തയാണ് എന്ന് ആധികാരികമായി വ്യക്തമാക്കുകയാണ്. ഇത് അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച ഒരു വാർത്ത, അത് സത്യവിരുദ്ധം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 60 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തെ നയിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് ഒരു തിരിച്ചൽ ശക്തിയായിട്ടിരുന്ന കേരള കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടിക്കെതിരെ ഒരു മുന്നണി മാറുന്നു എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത വരുമ്പോൾ സാധാരണ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകർ അത് എവിടെ വെച്ച് ആരുമായിട്ടാണ് എപ്പോഴാണൊക്കെ ഒന്ന് സ്ഥിരീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു നിലപാടും അല്ല, അങ്ങനെ ഒരു കാര്യവും അവരെടുത്തിട്ടില്ല. മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അജണ്ട പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ല. അത് മാത്രമല്ല, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ മുന്നണിയെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ അതിൻ്റെ വാർത്തയുടെ ലിങ്ക് കണ്ടു. ആദ്യമേ പറഞ്ഞത് വളരെ സക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്നും മുന്നണി മാറാനുള്ള ഒരു ശീലമാണ്, മുന്നണി മാറുന്ന ശീലമാണ് ഉള്ളതെന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ കേട്ടതാണല്ലോ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷക്കാലമായി അവിടെ ഈ UDF ഒപ്പം മാണി സാർ ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവഹേളിച്ച് പറയുന്നതിന് മാണി സാറിനെ അവഹേളിക്കുന്നതാണ്. അത് നമ്മുടെ ചരിത്രത്തെ നിഷേധിക്കുന്നതും കൂടിയാണ്. അപ്പോൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല. കേരള കോൺഗ്രസ് LDFന്റെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെ ഒരു ചർച്ച നടത്താൻ ആരും അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുമില്ല. അത് സത്യവിരുദ്ധമാണ്. അത് പൂർണ്ണമായും ഒരു വ്യാജ വാർത്തയാണ്. ഈ അനൗദ്യോഗിക ചർച്ചകളിൽ പോലും താങ്കൾക്ക് ഏത് മണ്ഡലം നൽകണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നിലവിൽ നടത്തുന്നത് എന്നുള്ള ഒരു ഞാൻ പറയട്ടെ, നിങ്ങൾ പറ. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്നത് ആദ്യമേ തന്നെ ഇതൊരു അജണ്ടയുടെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് UDFനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അജണ്ടയുടെ ഭാഗം ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. അത് തീർച്ചയായിട്ടും അത് പാർട്ടി തള്ളും, യാതൊരു സംശയമില്ല. ഒന്നെങ്കിൽ പറ, ഇന്ന സ്ഥലത്ത് ഇന്ന വെച്ച് ഇവിടെ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയണ്ടേ. ഇത് വളരെ ഗൗരവമുള്ളൊരു വാർത്തയാണ്. അത് നിസ്സാരമായി പാർട്ടി കാണുന്നില്ല. ഇത് വളരെ വ്യക്തമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അത് ആരാണെന്നത് നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ പരിശോധിക്കും. ഈ രാമപുരത്ത് നടന്ന നസ്രാണി സംഗമത്തിൽ UDF പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങൾ മതമേലധ്യക്ഷന്മാർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിനെ പൂർണ്ണമായി നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ആ മാധ്യമം ആരാന്ന് പറ. മതമേലധ്യക്ഷന്മാർ സാധാരണ രീതി രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ഇവിടെ ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും പറയാറില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. അത് പറയണ്ട. വെറുതെ ഇങ്ങനെയൊന്ന് ശിക്ഷിച്ചെടുക്കുക, ഒരു ആശയക്കുഴപ്പം ജനങ്ങളിൽ ഉണ്ടാക്കുക. അത് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ 2-3 മുന്നണിക്കകത്ത് ഉണ്ടാക്കുക. ആൾക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേരള കോൺഗ്രസ് പോകണമെന്നൊക്കെ ആഗ്രഹം കാണും. ആർക്കാ? മുന്നണിയിലുള്ളവർ, ഓരോ മുന്നണിയിലുള്ളവർ. അത് കോൺഗ്രസിലേക്ക് വന്ന ആഗ്രഹം അവർക്ക് കാണും, BJPയിലേക്ക് വന്നെന്ന് അവർക്ക് ആഗ്രഹം കാണും. അത് ഞങ്ങളുടെ അടിത്തറ നല്ലതായതുകൊണ്ടല്ലേ, ബലപ്പെട്ടതായതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഇത് കൃത്യമായി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ നടക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഞാനത് സൂചിപ്പിച്ചു, തൊട്ടു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്. അത് UDF മുന്നണിയാണേലും BJP മുന്നണിയാണേലും അവർക്ക് കേരള കോൺഗ്രസ് വരുന്ന സ്വീകാര്യതയായിരിക്കാം. അത് ഞങ്ങൾ എന്തൊരു തെറ്റ് ചെയ്തിട്ടാണ്? ഞങ്ങൾ നല്ലതായിട്ടല്ലേ, ഞങ്ങൾക്ക് ബലം ഉണ്ടായിട്ടല്ലേ, അതവർ പറയും. പക്ഷെ ഞങ്ങൾക്കൊറ്റ നിലപാടേ ഉള്ളൂ, അത് LDFനോടൊപ്പമാണ്. ഞങ്ങൾ ഈ പറയുന്ന ഒരു ചർച്ചയും ആരുമായിട്ടും നടത്തിയിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന വ്യാജ വാർത്തയാണ്, സത്യവിരുദ്ധമായിട്ടുള്ള വാർത്തയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വന്ന വാർത്തയുടെ തുടക്കം എങ്ങനെയാണ് നിങ്ങളെടുത്ത് പരിശോധിച്ച്. എന്നും നിലപാടുകൾ മാറുന്ന ശീലം അല്ലെങ്കിൽ മുന്നണി മാറുന്ന ശീലമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടി. അത് മാണി സാറ് തന്നെ അവഹേളിക്കുന്ന 40 വർഷം ഒരുമിച്ച് നിന്ന് UDFനോടൊപ്പം നിന്നതാണ്. അന്നേരം UDFിൽ നിന്ന് ഞങ്ങൾ പോയതല്ല, വീണ്ടും അവിടെ ചിത്രീകരിക്കുക. എന്താ തെറ്റായ വാർത്ത കൊടുക്കുന്നത്? ഞങ്ങൾ UDFിൽ നിന്ന് വിട്ടുപോയി മടങ്ങിപ്പോരുന്നു എന്നത് വിട്ടുപോയതാണോ? താങ്കൾ പറ, വിട്ടുപോയതാണോ? ഞങ്ങളെ 2020 മെയ്